പാർട്ടി എടുക്കുന്ന തീരുമാനം നടപ്പാക്കാൻ കൂടെയുണ്ടാകും. ഈ ക്യാമ്പ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. എനിക്കിപ്പോൾ ശക്തിയില്ലാത്ത സമയമാണ്. എങ്ങനെയാണ് ശക്തിപ്പെടുത്തേണ്ടതെന്ന് അറിയിച്ചാൽ അങ്ങനെ ചെയ്യാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്കുകളാണിത്. അതെ, അദ്ദേഹം ചില കളികളൊക്കെ കളിക്കാനൊരുങ്ങുകയാണ്. 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിലും 26 നിയമസഭാ തിരഞ്ഞെടുപ്പിലും മികച്ച നേട്ടമുണ്ടാക്കാനായി മിഷൻ 2025 അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം ആരംഭിച്ച KPCC എക്സിക്യൂട്ടീവ് ക്യാമ്പിലാണ് സതീശൻ തന്റെ പദ്ധതി അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ പ്രചരണം നടത്തണമെന്നാണ് സതീശന്റെ നിർദ്ദേശം. പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തി ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടാൻ പ്രാദേശിക വിഷയങ്ങൾ സജീവ ചർച്ചയാക്കണം. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ BJP മുന്നേറ്റം ഗൗരവമായി കാണണമെന്ന് ക്യാമ്പിൽ അഭിപ്രായമുയർന്നു. CPM വിരുദ്ധ വോട്ടുകൾ മലബാറിൽ കോൺഗ്രസിന് കിട്ടി. എന്നാൽ തെക്കൻ കേരളത്തിൽ BJPയിലേക്കാണ് ആ വോട്ടുകൾ പോയത്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് സിനിമാ താരം എന്ന പ്രതിച്ഛായ സഹായിച്ചുവെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ BJPയുടെ ചിട്ടയായ പ്രവർത്തനം തൃശൂരിലെ വിജയത്തിന് കാരണമായെന്ന് മറ്റു ചിലരും ചൂണ്ടിക്കാട്ടി. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടഞ്ഞ K. മുരളീധരൻ ക്യാമ്പിൽ പങ്കെടുത്തില്ല. അതേസമയം വയനാട്ടിലെ ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ അറിയിച്ചതാണെന്നാണ് മുരളീധരൻ പറഞ്ഞത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല എന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ലെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് നേതൃത്വത്തിന് അറിയുന്നത് കൊണ്ടാണ് വയനാട്ടിൽ യോഗം ചേർന്നതെന്നും മുരളീധരൻ പറയുന്നു. താമര ചിഹ്നത്തോടുള്ള കേരളത്തിന്റെ അലർജി മാറിയെന്നും തൃശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കിയെല്ലാവരും BJPക്ക് വോട്ട് ചെയ്തുവെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർത്താനായതിന്റെ ആവേശത്തിൽ കേരളത്തിൽ തന്ത്രം മാറ്റാൻ ഒരുങ്ങി BJP രംഗത്തുണ്ട്. CPM കേന്ദ്രങ്ങളിലെയും രക്തസാക്ഷി ഗ്രാമങ്ങളിലെയും വോട്ടിംഗ് ഘടന പഠിച്ചു മുന്നേറാനാണ് അവരുടെ ലക്ഷ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പല പാർട്ടി കേന്ദ്രങ്ങളിലും വോട്ടുകൾ കുത്തനെ ഉയർത്താൻ BJPക്ക് സാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ നീക്കവും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്നും ഇത്തവണ BJPയിലേക്ക് വോട്ടൊഴുകുന്ന സാഹചര്യമാണുണ്ടായത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ധർമ്മടം, തളിപ്പറമ്പ്, അഴീക്കോട്, മട്ടന്നൂർ തുടങ്ങി CPMന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ BJP വോട്ട് വർദ്ധിപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്താണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ 8047 വോട്ടുകൾ അധികമായി നേടാനായി. മറ്റൊരു പാർട്ടി കേന്ദ്രമായ മട്ടന്നൂരിൽ 7547, അഴീക്കോട് മണ്ഡലത്തിൽ 8104 എന്നിങ്ങനെയാണ് വോട്ട് വർദ്ധിപ്പിച്ചത്. ഇവിടങ്ങളിലെല്ലാം CPM വോട്ടൊഴുകിയെന്ന് തന്നെയാണ് BJPയുടെ വിലയിരുത്തലും. BJPക്ക് അംഗത്വം പോലും ഇല്ലാത്ത ബൂത്തുകളിൽ പോലും വോട്ടു നേടിയത് കേരളത്തിലെ അനുകൂല സാഹചര്യമായാണ് BJP കരുതുന്നത്. BJPക്ക് വോട്ട് ചെയ്തവരെ കണ്ടെത്തി പാർട്ടി അംഗത്വം നൽകാനുള്ള ശ്രമങ്ങളും നേതൃത്വം നടത്തുന്നുണ്ട്.